PCOD ഉള്ള ആൾക്കാരിൽ ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് PCOD ഉള്ള ആൾക്കാരിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉള്ള കാർബോഹൈഡ്രേറ്റ്സ് ഗ്ലൂക്കോസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് പിന്നെ അത് സെൽസിൽ നിന്നും എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. PCOD ഉള്ള ആൾക്കാരുടെ കേസിൽ ഈ പറയുന്ന പോലെ സെൽസിന് ഇൻസുലിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ബ്ലഡിൽ ഇൻസുലിൻ്റെ അളവ് കൂടുകയും പക്ഷേ ഈ പറയുന്ന പോലെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ബാലൻസ്ഡ് ആവാതെ വരികയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ളവരിൽ നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഒന്നാമത്തെ കാര്യം ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്. അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് ആണ് കഴുത്തിന് പുറകെ അല്ലെങ്കിൽ കക്ഷത്തിൽ, അതുപോലെ തന്നെ തൈസിൻ്റെ ഇൻ ബിറ്റ്വീൻ കറുത്ത ഡിസ്കളറേഷൻ സ്കിന്നിൽ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരു 10 ഇയേഴ്സിനുള്ളിൽ ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അതല്ല സ്കിൻ ടാഗ്സ് അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് രണ്ടും ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ സിംറ്റംസ് ആണ്. അതല്ലാതെ